തെക്കേ ഇന്ത്യയിലെ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ആരാണ് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ല. അത് തമിഴ്നാടിൻ്റെ മുൻ അധ്യക്ഷൻ കൂടിയായ അണ്ണാമലയാണ്. പക്ഷേ അണ്ണാമലയെ ഇപ്പോൾ പാർട്ടിയോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലയ്ക്ക് മത്സരിക്കാനുള്ള അവസരം പാർട്ടി നൽകിയില്ല. അണ്ണാമലയെ മാറ്റി നിർത്തുന്ന പശ്ചാത്തലമുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഒക്കെ വളരെ അടുപ്പം പാലിക്കുന്നുവെങ്കിൽ പോലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അണ്ണാമലയെ അകറ്റി നിർത്തപ്പെടുന്ന പശ്ചാത്തലമായി. തുടർന്നാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി അണ്ണാമല രൂപീകരിക്കും എന്ന അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നത്. ഒരു സംവിധാനം, അതൊരു പ്രസ്ഥാനം അണ്ണാമലയുടെ ഭാഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനോട് സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ദയവായി കാത്തിരിക്കൂ, നമുക്ക് 2 ദിവസത്തിനുള്ളിൽ ഇരുന്നു സംസാരിക്കാം എന്നുള്ള ഒരു കൃത്യമല്ലാത്ത മറുപടിയാണ് അണ്ണാമല നൽകിയത്. അണ്ണാമല ഇപ്പോൾ ഡൽഹിയിലാണ്. ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ കൂറ്റൻ ഫ്ലക്സുകൾ അണ്ണാമലയുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ടി.ജി. സൈത്ത് വിവരങ്ങളും വെച്ചാൽ സൈത്ത്, കോയമ്പത്തൂർ മണ്ഡലത്തിലൊക്കെ മത്സരിക്കാനായി അണ്ണാമല ശ്രമിച്ചിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ മത്സരിപ്പിച്ചില്ല, സീറ്റ് കൊടുത്തില്ല. അതുമാത്രമല്ല, കേന്ദ്രത്തിൻ്റെ ത്രിഭാഷാ നയത്തെ അദ്ദേഹം പരസ്യമായി വിമർശിക്കുകയും ചെയ്തു. ഇപ്പോൾ അണ്ണാമലയ്ക്ക് കുറച്ചുകൂടി ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ. കാരണം വിജയിയുടെ ഒരു കടന്നുവരവുണ്ട്. വേണമെങ്കിൽ വിജയുമായി സഹകരിക്കാം. അത്തരം ചില അവസരങ്ങൾ കൂടി ഉണ്ട് അണ്ണാമലയ്ക്ക്. രഞ്ജിത്ത്, അത് തന്നെയാണ് സാഹചര്യം. അണ്ണാമല ഇപ്പോഴും ഒരു സസ്പെൻസ് കീപ്പ് ചെയ്യുന്നു. തമിഴക രാഷ്ട്രീയത്തിൽ പുതിയൊരു രാഷ്ട്രീയ പരീക്ഷണത്തിന് അണ്ണാമല എന്ന മുൻ IPS ഓഫീസർ തയ്യാറാകുമോ? ബി.ജെ.പിയുടെ ക്യാമ്പ് ഉപേക്ഷിക്കുന്നു, ബി.ജെ.പി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയത്തിന് തയ്യാറാകുമോ? അത്തരം തയ്യാറാകലിലേക്കാണ് ഇത് പോകുന്നത് എന്നതാണ് സൂചനകൾ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോയമ്പത്തൂരിലടക്കം വലിയ ഫ്ലെക്സ് ബോർഡുകളടക്കം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. അതിൽ അണ്ണാമലയുടെ ചിത്രങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഈ നീക്കം. അണ്ണാമലൈ പുതിയൊരു നീക്കത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് സൂചന. ഇന്നത്തെ ഡൽഹി സന്ദർശനം അദ്ദേഹത്തിൻ്റെ നിർണായകമാണ്. അദ്ദേഹം ഡൽഹിയിലെത്തി അമിത്ഷായുമായും ഒപ്പം തന്നെ നിതിൻ നബീനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഒരു പാർട്ടിയുമായി ബന്ധം ഉപേക്ഷിക്കുന്ന നേതാവ് ഇങ്ങനെ പാർട്ടി നേതൃത്വമായി ഒരു യാത്ര പറച്ചിൽ ആവശ്യമാണോ എന്ന ചോദ്യമുണ്ട്. ഒരു പക്ഷേ അതൊരു ഒത്തുതീർപ്പിനോ അതല്ലെങ്കിൽ ഒരു സമ്മർദ്ദതന്ത്രമാണോ എന്ന സൂചന പോലും പങ്കുവയ്ക്കുന്ന ചിലരുണ്ട്. പക്ഷേ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം തമിഴകത്ത് അണ്ണാമലൈ നടത്തുമെന്നാണ്. അത് ബി.ജെ.പി ക്യാമ്പ് വിട്ട് പുതിയൊരു രാഷ്ട്രീയ നീക്കം എന്ന സൂചനയാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അണ്ണാമലയും ബി.ജെ.പിയും തമ്മിലുള്ള ബന്ധമായിരുന്നതിന് പല കാരണങ്ങളുണ്ടായിട്ടുണ്ട്. അണ്ണാമലൈ ബി.ജെ.പിയെ സംബന്ധിച്ചൊരു പുതിയ പരീക്ഷണമായിരുന്നു തമിഴകത്ത്. തമിഴക രാഷ്ട്രീയത്തിൽ പയറ്റാൻ കഴിയുന്ന, ബി.ജെ.പിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഇടത്ത് ഒരു തരംഗമുണ്ടാക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ പ്രതിഫലനം ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ അണ്ണാമലയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനം ദേശീയ നേതൃത്വം കൈക്കൊള്ളുകയും ചെയ്തു. AIDMKയുമായുള്ള സഹകരണം, അതോടുകൂടി ഏറെക്കുറെ അകൽച്ച പൂർണ്ണമായി കഴിഞ്ഞു എന്ന് പറയാം. ഇതോടുകൂടി തമിഴക രാഷ്ട്രീയത്തെ അണ്ണാമലയെ ഉയർത്തിക്കാട്ടാനുള്ള തീരുമാനവും ബി.ജെ.പി ഉപേക്ഷിച്ചു കഴിഞ്ഞു. പുതിയൊരു നേതൃത്വം കൈവരികയും ചെയ്യുന്നു. ഇതാണ് സാഹചര്യം. അടുത്തിടെ അണ്ണാമലയെ ഈ അകൽച്ച പ്രകടമാക്കുന്നത് ചില തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട് CBSE 9ാം ക്ലാസ്സിലെ ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പരസ്യമാക്കുന്നു. തുടർച്ചയായി നരേന്ദ്രമോദിയുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയായിരുന്നു അണ്ണാമലൈ ബി.ജെ.പിക്കൊപ്പം ചേർന്നതിന് ശേഷം. പക്ഷേ അടുത്ത നാളുകളിലായി അദ്ദേഹം അത്തരമൊരു നിലപാടുകൾ എടുക്കുന്നില്ല. അത്തരമൊരു അകൽച്ച അദ്ദേഹം പ്രകടമാക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ നീക്കം പുതിയതായി ഉണ്ടാകുമോ എന്ന് കരുതുന്നത്. മറ്റൊരു കാരണം വിജയ് എന്ന TVK പാർട്ടിയുടെ കടന്നുവരവാണ്. തമിഴക രാഷ്ട്രീയത്തിൽ ഇനിയും ഒരു പരീക്ഷണത്തിന് ഇടമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല DMKയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ തകർച്ച, ഇതൊക്കെ പുതിയൊരു പരീക്ഷണത്തിന് ഇടമുണ്ടെന്ന് കരുതുന്നവരുണ്ട്. അണ്ണാമലൈ പുതിയൊരു രാഷ്ട്രീയ നീക്കവുമായി തമിഴകത്ത് ബി.ജെ.പിക്കൊപ്പം അത്തരമൊരു നീക്കം നടത്തിയപ്പോൾ ഒരു തരംഗ സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് പതിവായി ബി.ജെ.പിക്കൊപ്പം ചേരാത്ത ഒരു അണികളുടെ ഒരു ശൃംഖല ഒപ്പം ചേർക്കാൻ അന്ന് അണ്ണാമലയ്ക്ക് കഴിഞ്ഞിരുന്നു. അത്തരം ആളുകൾ തനിക്കൊപ്പം, താൻ സ്വതന്ത്ര നിലപാടെടുത്താൽ തനിക്കൊപ്പം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയും ഒരു പക്ഷേ അണ്ണാമലയെ പുതിയ നീക്കത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഇനി എന്തെങ്കിലും അനുനയ നീക്കം നടത്തുമോ, അണ്ണാമലയെ ഒപ്പം നിർത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. തീർച്ചയായും അതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അണ്ണാമലയുടെ നീക്കം പ്രധാനമാണ്. ഡൽഹിയിലുണ്ട്. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. ടി. സൈത്താണ് വിവരങ്ങൾ പുറത്തുവന്നത്. ഇതിനിടയിൽ